ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏകദേശം 4 ദിവസമായി നമ്മൾ നമ്മുടെ ചാനലിൽ വ്ളോഗ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വ്ളോഗ് നിർത്തിയോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്നൊക്കെ. വേറെ ഒന്നുമല്ല ഗേസ്, ഞാൻ കുറേ നാളിങ്ങനെ വ്ളോഗ് ഇട്ട് ഞാൻ ഒരു പാറ്റേണിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് രാവിലെ എണീക്കുന്നു, വീഡിയോ എടുക്കുന്നു, വൈകിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് നീ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് നോക്കിയത്. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ കൈ തരിക്കും, വ്ളോഗ് എടുത്താലാ അങ്ങോട്ട് ഫുള്ളായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഞാനൊരു 3-4 ദിവസം നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ തന്നെ വെറുതെ നിന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ കാട്ടുംപുറം കല്ലിടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലെത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ പോയിട്ടുണ്ട് ഗേസ്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോഴും എനിക്ക് വരുന്ന കമൻസ് ഉണ്ട്. അപ്പം എനിക്കത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം തോന്നും. കാര്യം നിനക്ക് വീഡിയോ ഇട്ടുകൂടെ, നീ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ മടി കാരണമല്ല ഞാൻ വീഡിയോ ഇടാത്ത. ഒരു എവിടേക്കോ ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഒരു കാര്യം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വെച്ച് എനിക്കങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു, നീ ഒറ്റയടിക്ക് ഇങ്ങനെ നിർത്തുമ്പോൾ നീ ഒരു എടുത്തുചാട്ടത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ അത് ആലോചിച്ച് നോക്കാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡെയിലി വ്ളോഗിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ട്രാവലും കാര്യങ്ങളും കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. ഞാൻ ആലോചിച്ചില്ല. ആദ്യം എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നോക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇക്കാര്യടുത്ത് താങ്ക് യു ഇക്ക, എന്നെ മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. കുറച്ച് ദിവസം ഞാൻ എന്തായാലും ഒരു ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരാഴ്ച എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഇടപെട്ടെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കും. നല്ല വീഡിയോസ് ഇടയ്ക്ക് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയാണ് കുറച്ച് വീഡിയോസ് ഇട്ട്. ഇനി അങ്ങനെയല്ല, എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല വീഡിയോസ് മാത്രമേ ഞാൻ എത്തിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ട്രൈ ചെയ്യുന്നത്. ഗേസ്, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷം അടുപ്പിച്ചായി. അപ്പോൾ ഞാൻ ഈ 4 വർഷത്തിലും 3 വർഷം ഞാൻ എറണാകുളത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ വ്ളോഗുള്ള സമയത്താണെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ട് വ്ളോഗ് എടുക്കുന്നില്ല, വീട്ടുകാരെ കാണിക്കുന്നില്ല, വീട് കാണിക്കുന്നില്ല, അതൊക്കെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനം തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക ഗേസ്. അപ്പം ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. അതായത് പണ്ട് തൊട്ട് എൻ്റെ വീട് ഈ സൈഡിലാണ്. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒത്തുകൂടി ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ കാണുന്ന തെങ്ങിൻ്റെ ഈ ഒരു മൂട്, അതായത് ഇവിടെ ഒരു വലിയ തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനും അക്കുവും മാത്രമേ ഉള്ളൂ. അക്കുവാണ് ക്യാമറയുടെ പിന്നിലുള്ളത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വന്നത്. ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ അക്കുവിൻ്റെ അടുത്തോട്ടാണ് പോയത്. ഗേസാണ്ട് ഈ കാണുന്ന ഈ വേലി കണ്ടോ, ഇത് എൻ്റെ വീട്ടിലെ വേലിയാണ്. പണ്ട് നമ്മൾ ഇവിടെ ഇരുന്നാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് വാപ്പ നൈസായിട്ട് കെട്ടി വെച്ച സാധനമാണ് ഇത്, ഇവിടെ ഇരിക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു കാടിൻ്റെ പുറകിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വ്ളോഗ് നിർത്താൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഇട്ട കമൻറ്റാണ്. എന്തുകൊണ്ട് നിർത്തുന്നതെന്ന് അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ റിപ്ലൈ വന്നതാണ്, ഇവനൊക്കെ മാസം 10-18 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ മാസം കിട്ടുന്ന ഈ ഒരു 18-20 ലക്ഷം രൂപയും അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ വീടാണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ വന്നു ഗേസ്. അപ്പം എൻ്റെ വീട്, അപ്പോൾ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഗേസ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ വക്രിയുടെ വണ്ടിയിലാണ് കഴിഞ്ഞ ദിവസം വന്നത്. വക്രിയുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ഈ കാണുന്നതാണ് എൻ്റെ കാർ പോർച്ച്. ഇവിടെയാണ് ഞാൻ എൻ്റെ കാറൊക്കെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗേസ്. ഇതാണ് ഡാൽവിയ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ എൻ്റെ വീട് ഗേസ്. ഇത് മണ്ണ് വെച്ചുണ്ടാക്കിയ വീടുണ്ട്. അപ്പോൾ ഭയങ്കര പഴയ വീടാണ്. അപ്പം ഇതാണ് എൻ്റെ വീട് ഗേസ്, AS ഹൗസ് ഗേസ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇനി ബാക്കിലോട്ട് പോട്ടെ, ക്യാമറ ബാക്കിലോട്ട് പോട്ടെ. അപ്പോൾ ഗേസ്, അപ്പം നിങ്ങൾക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ബാ ഗേസ്. അപ്പോൾ ഇതാണ് കയറി വരുന്ന എൻട്രൻസ്. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെ ഒരു സോഫയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ വരുമ്പോഴാണ് ഇവിടെ സോഫയൊക്കെ മേടിച്ചിടുന്നത്. ഇതാണ് എൻ്റെ വീട്. പണ്ട് ഞാൻ കാണുമ്പോൾ തൊട്ട് എൻ്റെ വീട് ഇങ്ങനെ തന്നെയാണ്. ഇത് ഹാള്, ഇത് എൻ്റെ വീട്ടുകാർ കിടക്കുന്ന റൂം. ഫുള്ള് കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഫുള്ള് സാധനങ്ങളൊക്കെ വെച്ച് നിറച്ച് വെച്ചേക്കുവാണ്. ഇത് ഇവിടെ എൻ്റെ ഉമ്മയും പാപ്പയും കിടക്കുന്നുണ്ട്. എൻ്റെ മുറി കാണിച്ചു തരാം വാ. ഞാൻ ലക്ഷങ്ങൾ കൊണ്ടുണ്ടാക്കി എൻ്റെ മുറി കാണിച്ചു തരാം വാ. അയ്യോ, എങ്ങനെ കിടക്കണം എന്തോ. കേസ്. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. 2 കസേരയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ റൂം. ഇതോ മേളിൽ എലി വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫാനുണ്ട്.
ഇനി ഇതാണ് ഹാള്, അടുക്കള. ഗേസ് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയാൻ നമ്മുടെ ഫ്രിഡ്ജാണ് ഗേസ്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബാ. അപ്പം നമുക്ക് ഫ്രിഡ്ജിന്റെ മേലെ തുറക്കണോ താഴെ തുറക്കണോ? നമുക്ക് ആദ്യം മേലും തുറക്കാം. വാവ് ഗേസ്, തുണിയാണ്. അപ്പം താഴെ നോക്കാം. വാവ് ഗേസ്, നമ്മുടെ അലമാരയ്ക്ക് പകരമാണ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഗേസ് ഇത് കട്ടില് ഫുള്ള് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ബാ, കഥവൊക്കെ കാണിച്ചാൽ കഥവൊക്കെ കോമഡിയാണ്. ഇത് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം ഏതോ ഒരു ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് തുറക്കുന്ന ലോക്ക് ഉണ്ടല്ലോ, പക്ഷേ ഇത് അങ്ങനെയൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇത് അടയ്ക്കുക, അടച്ചതിന് ശേഷം ഇതാണ് കള്ളന്മാർ വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഇങ്ങനെ ഇടുക, ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യുക. ആർക്കും ഇത് തുറക്കാൻ പറ്റത്തില്ല, നമ്മൾ അകത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സെറ്റപ്പിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആരും ഇതിൻ്റെ എന്താണ് വീടുണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ ചോദിച്ചിട്ട് വരരുത്, ഞാൻ പറഞ്ഞു തരത്തില്ല. ഈ അടുക്കളയിലോട്ട് പോകുമ്പോ കേസ് ഇതാണ് അടുക്കള. ഒരുപാട് പാത്രങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞടുക്കള, ഇത് വലിയ അടുക്കള. ഇവിടെയും നമുക്ക് അതുമാതിരി സെറ്റ് ചെയ്തിട്ടുള്ള ഇത് ലോക്ക് സിസ്റ്റം ഉണ്ട്. കേസ് ഇതാണ് നമ്മുടെ അടുക്കള. ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ മുമ്പ് നടത്തുന്നുണ്ട്. അതിലോട്ടൊന്നും നമ്മൾ കൈയെടുത്തുന്നില്ല. പിന്നെ അവിടെ തേനീച്ചുണ്ട് കേട്ടോ, അതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂം ചെയ്തേടാ, ഇതുണ്ട്. ഈ സൈഡിലോട്ട് പോയി കുറച്ച് തേനീച്ച കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാ, അപ്പം നമുക്ക് നമ്മുടെ ഹോം ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ അടുക്കള. അയ്യോ, ചെറിയ അടുക്കളയിൽ നമ്മൾ ഇന്ധനം നമുക്ക് വെട്ട ഇതാണ് നമുക്ക് നമ്മുടെ വിറകൊക്കെ കത്തിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ഇന്ധനം. ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും നമ്മൾ നൂതന സാങ്കേതിക വിദ്യ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ബാ. ഗീസ് അനിയൻ ഭയങ്കര കർഷകനാണ് കേട്ടോ. അനിയൻ ഇവിടെ ലൈറ്റ് എത്തുന്നില്ലേ? ഉണ്ട്. ബാ ഗീസ്, അനിയൻ മത്സ്യ കർഷകനാണ്. ഇവിടെ അക്യൂറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് അവന് കുറച്ച് അക്യൂറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഇതിൽ ഭയങ്കര ക്രൈസാണ് കേട്ടോ. ബാ, വേറെ എൻ്റെ റൂം ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഉമ്മായും അനിയനും വാപ്പ ഇവിടെ ഇല്ല. ഉമ്മ തൊഴിലുറപ്പിന് പോയി, വാപ്പ ഓട്ടോ ഡ്രൈവറാണ്, വാപ്പ ഓട്ടോ ഓടിക്കാൻ പോയി. അനിയൻ ഇപ്പോൾ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. അവൻ ഷോപ്പിൽ പോയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ തന്നെയാണ് ഞാൻ ജനിച്ചതും ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടാറില്ലെന്ന്. പക്ഷേ ഞാൻ കിട്ടുന്ന പൈസ ഒന്നും ഞാൻ എൻ്റെ ഫാമിലിയിലോട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. മാസം കിട്ടുന്നതിന് ചെറിയൊരു ഫണ്ട് മാത്രം അത് വീട്ടിലോട്ട് കൊടുക്കാറുള്ളൂ. ബാക്കി കിട്ടുന്നതെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി നമ്മൾ അവിടെ ബൂട്ട് ക്യാമ്പ് റൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 2 വീട് എടുത്തിട്ട് ഒരു 10 പേരോളം നിന്ന് വാടക, ഫുഡ്, വെള്ളം, അതുപോലെ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ അത് മാത്രമേ നിങ്ങൾക്ക് അറിയാതുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസിലോട്ട് നമ്മുടെ ഈ ഒരു ഫണ്ട് എനിക്ക് കിട്ടുന്നതിന് ബാക്കി ഫണ്ട് ഞാൻ അതിലോട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ ഉമ്മതോ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്. ഗേസ്, ഇതാണ് എൻ്റെ ഉമ്മ. ഉച്ചയ്ക്ക് ജോലിക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, എന്നും വരില്ലെന്ന് ഞാൻ ചോറ് തരാൻ വന്നതാണ്, ഓടി വന്നതാണ്. ഹലോ ഇല്ല, പോയിട്ടോ. കേസ് ക്ഷീണിച്ച് ആവശ്യതയായിട്ട് വന്നതാണ്. ഞാൻ നാട്ടിലുള്ളതുകൊണ്ട്, ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് തരാനായിട്ട് ഓടി വന്നതാണ്. എവിടെന്നാ ഓടിപ്പടച്ച് വന്നതാണ്. നല്ല ടയേർഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നിങ്ങൾ കണ്ടതാണ് എൻ്റെ വീട്. അപ്പം ഇതുവരെ എന്തുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ വ്ളോഗ് എടുക്കാറില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീട് കാണിക്കാറില്ല എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരിതുണ്ടായിരുന്നു. കാര്യം ഞാനിപ്പം ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ശരിക്കുള്ള ഞാൻ എന്താണെന്ന് നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ എനിക്കൊരു കോംപ്ലക്സ് അങ്ങനെയൊക്കെ എന്തോ പറയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ വ്ളോഗ് എടുക്കാതിരുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ കേസ് ഇനി ഞാൻ എന്താണെന്ന് ഇനി സ്റ്റക്കായി ഗേസ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എന്താണെന്ന് കാണിച്ചിട്ട് തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗേസ്, അപ്പോൾ നമുക്ക് തേൻതുമ്പ് ബിസിനസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ
നമ്മുടെ അടിസ്ഥാനത്തിനകത്ത് കുറച്ച് തേൻതുമ്പി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വെറുതെ വിടില്ല, അതിനെ പിടിച്ച് അതിന്റെ തേനെടുത്ത് എത്ര രൂപ കിട്ടും? ഒരെണ്ണം 2400 രൂപ വെച്ച് കഴിഞ്ഞ 2200 ഇപ്പൊ 2400 തരാന്ന് പറഞ്ഞു. കിലോക്ക് 1 കിലോ കിട്ടണമെങ്കിൽ എത്ര തേൻതുമ്പി? 5 കൂടിന്നെങ്കിലും എടുക്കണം. 5 കൂടിന്ന് എടുക്കണം. ഇതാണ് ഒരു കൂട്. അതെന്തോ ഈ മണ്ണിനകത്തിരിക്കുന്നതിനാണ് നമ്മൾ ഇതിങ്ങനെ വെച്ചേക്കുമ്പോ കുറെ ദിവസം വരെ ഇതിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇതിൽ കൂടെ പോകും തുമ്പികളുണ്ട്. ഇത് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു വിട്രാ. ആ തുമ്പി ഇപ്പൊ വരും. തുമ്പി വരും. ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന തുമ്പി വരും. തുമ്പി വരണത് അപ്പുറത്തുണ്ടായിരുന്നു. അല്ലാണ്ട് അതാണ്ട് തുമ്പി ഇതിൽ വരുന്നുണ്ട്. അതാണ്ട് ഇവിടെ നിന്ന് തുമ്പി വരുന്നുണ്ട്. ഞാൻ നോക്കിയത്. അപ്പൊ ഇത് തേനീച്ച കൂടാണ്. ഇത് ഫുൾ എടുക്കണം. ഇതിനകത്തുണ്ടാന്തോ ഇത് ഇപ്പൊ വെച്ചതാണ്. അപ്പൊ ഇതിനകത്ത് കാണൂല. നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഉള്ളത് നമുക്ക്. ഇതിപ്പോ വെച്ചിട്ട് ഒരാഴ്ച ആയില്ല. ഒരാഴ്ച ആയില്ലാണ്ട് അതില് ഇത് വെച്ചു തുടങ്ങി. മുട്ട വെച്ചു തുടങ്ങി. അണ്ട് ഇതിന്ന് മണ്ണീന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് അണ്ട് ഇതുവഴി വെളിയിൽ പോവും തുമ്പി. ഇതാണ് ബിസിനസ് കേട്ടോ. ഉമ്മയൊക്കെ വലിയ എന്റർപ്രനറാണ്. മുട്ട വെച്ച് ഇതിപ്പോ ഒരാഴ്ച ആയേ ഉള്ളു വെച്ചിട്ട്. വലിയ ബിസിനസ് മാൻ ആണ് അല്ലേ മാ? എനിക്കൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കണ്ടായിരുന്നു. അതായത് ഇതാണ് നമ്മളെ വീടൊക്കെ കാണിച്ചു കൊടുത്ത് ഹോം ടൂർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. വിയർത്ത് കുളിച്ച് നോക്കി. എന്റെ പൊന്നെ, ഞാൻ അധ്വാനിക്കുന്നില്ലെങ്കിൽ എന്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രായം പറഞ്ഞിട്ടുണ്ട്. ആ പ്രായം ഞാൻ വീട് വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ് ആ വയസ്സ്? 25. 25 ആകുമ്പോഴത്തേക്കും നമുക്ക് വീടാകും. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതിനൊരു 2 ഉദാഹരണമുണ്ട്. അതായത് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് എടുക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഒരു പ്ലാനും എൻ്റെ കയ്യിലില്ല. ഞാൻ അക്കുവിൻ്റെ അടുത്ത്, പുറകിൽ അക്കു ഇപ്പോൾ ഉണ്ട്, അക്കുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്കു ഞാൻ 21 വയസ്സ് കളിയാ 19 അല്ല ഞാൻ 19 വയസ്സിൽ എടുത്ത് എത്രാമത്തെ വയസ്സ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അളിയാ 21ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു ഡ്യൂക്ക് എടുക്കുമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഏതാണെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡ്യൂക്ക് എടുക്കുമെന്നൊക്കെ 200 എടുക്കുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് മാലയൊക്കെ പണയം വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്കാണ് എടുത്തു കൊടുത്തത്. എത്ര ആളായി എടുത്തു തന്നിട്ട് ഫുള്ളായിട്ട്? ഒരു മാസം ആയതേ ഉള്ളൂ. ഞാൻ എത്രയും നാൾ മുമ്പ് വെച്ചത്. എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഫണ്ട് വരാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൊത്തം ഫണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ചിലവാക്കില്ല. വളരെ കുറച്ച് ഇവിടെ അത്യാവശ്യമുള്ള ഈ സ്വർണം വെച്ചുകൊണ്ട് എനിക്ക് മാസം 4000 രൂപ 5000 രൂപ ഈ സ്വർണ്ണത്തിന് അടയ്ക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാത്രമേ ഞാൻ വീട്ടിൽ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. സ്വർണ്ണമൊക്കെ വെച്ച് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഞാൻ ഒരു ഡ്യൂക്ക് 250 ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെയിലി വ്ളോഗിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഈ 365 വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പറയുന്നത് ഞാനിപ്പോൾ 22 വയസ്സിലോട്ട് കിടക്കുന്ന ഒരു ആളാണ് ഞാൻ, അല്ലേ? 22 വയസ്സ് കിടക്കുന്നത്. അപ്പം ഞാൻ 24-25 വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് ആരോടും ഒരു പരാതി അല്ലെങ്കിൽ ഇപ്പം ഇതാണ് എൻ്റെ വീട്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എനിക്കൊന്നും ഉണ്ടാക്കി തന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള ഒരു ഇതുമില്ല. എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ആലോചിച്ച് നമ്മൾ ദുഃഖിക്കാതെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷപ്പെടുക, അല്ലേ മാ? നമുക്കിവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല എനിക്ക് ഈ ഒരു കുടുംബം, കൂട്ടുകാരിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിൽ റിച്ചാണ്. അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കൂട്ടുകാരുടെ നിന്നോ എനിക്ക് അങ്ങനെ എനിക്ക് ഒരു നെഗറ്റീവ് ഫീലും ഉണ്ടായിട്ടില്ല. എനിക്ക് വീട്ടിലൊന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര പീസ് മൈൻഡ്, ഒരു സ്വർഗത്തിലോട്ട് വന്ന് കയറി കണക്കാണ്. ഞാനത് ഒന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത്, ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരി, ഞാൻ ഇന്നലെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എവിടോട്ടാണ് പോയത്? അക്കുവിൻ്റെ അടുത്ത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അക്കുവിനെ കണ്ടിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ. അതായത് പണ്ട് തൊട്ടേ പറയാറുണ്ട്, നീ ഇങ്ങ് വാ മക്കളെ, ഞാൻ നോക്കിക്കോളാന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ ചുറ്റാകം ഫുള്ള് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഗെയ്സ്. നിങ്ങളാണെങ്കിലും ശരി, നിങ്ങളുടെ ഓരോ കമൻസ് ആണെങ്കിലും ശരി, എനിക്ക് അതിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗെയ്സ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എന്തായാലും പോയി ചോറെടുത്ത് പോയി ഞാൻ വരുന്നു. ഒരു ഔട്ടറും കൂടെ പറയട്ടെ ഗെയ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ വീട്. എൻ്റെ വാപ്പ ജോലിക്ക് പോയേക്കുവാണ്, എൻ്റെ അനിയന് ജോലിക്ക് പോയേക്കുവാണ്. അപ്പോൾ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്കു ഇവിടെ ഉണ്ട്. അക്കുവിനെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് എൻഡ് ചെയ്യാൻ കഴിയത്തില്ല ഗെയ്സ്. ഇതാണ് അക്കു. അക്കു, എന്നാ ഇത് പിടിച്ചോ. നിനക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? എനിക്കെന്ത് പറയാനുള്ള, നീ നല്ല പയ്യനല്ലേടാ. നല്ല പയ്യനല്ല, നീ സന്തോഷിക്കും. എൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീ സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല, നിന്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ, അത് തന്നെ കേസ്, ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു കൂട്ടുകാരനാണ്. എൻ്റെ എല്ലാം അറിയാം, എല്ലാവർക്കും പ്രോക്കള്ളൻ. ഞാൻ പ്രോക്കള്ളൻ ആയതിനു ശേഷം ബൂട്ട് ക്യാമ്പിലുള്ളവർക്കായാലും ഈ കാണുന്ന നിങ്ങൾക്കായൊക്കെ അറിയത്തുള്ളൂ. അസീം എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള എല്ലാ കാര്യവും അറിയാമെന്നുള്ള ഒരേ ഒരാൾ
ഞാൻ അതെല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് അക്കുവാണ്. ആ ഒരു സ്ഥാനത്തേക്ക് വേറെ ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് നമ്മളല്ലേ എളിയാ, നമ്മൾ പണ്ട് കണ്ട സ്വപ്നങ്ങളൊക്കെയാണ് ഒരു ബൈക്കായാലും കേസ്. അപ്പൊ നമ്മൾ അതിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഉമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഇല്ലാത്തതോ കിട്ടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടാതെ ഉള്ളത് വെച്ച് നമ്മൾ സന്തുഷ്ടപ്പെടുക, അതിൽ നമ്മൾ മാക്സിമം സന്തോഷം കണ്ടെത്തുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. അതിൽ നിന്ന് നിങ്ങൾ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പടുത്തുക, നിങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുക. പിന്നെ എൻ്റെ വീട്ടുകാരെ പോലെ തന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മയുടെ ഉമ്മായും എൻ്റെ ഉമ്മയുടെ വാപ്പായും കൊണ്ട് അവരെയൊക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാഴ്ച വ്ളോഗായിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ ഗീസ്, ലവ് യു, ടാറ്റാ.